അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നമുക്കറിയാം അല്ലേ? നമ്മളിപ്പോൾ എന്താണ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്? വായനാ ദിനമല്ല, വായനാവാരം ദിനം കഴിഞ്ഞു. വായനാവാരം ഈ ആഴ്ച 24-ാം തീയതി വരെ നമുക്ക് വായനാവാരമാണ്. 19-ാം തീയതി തുടങ്ങി. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തെ നമ്മൾക്കാർക്കും അറിയാത്ത എന്നാലോ അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാരനും ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്ത എഴുത്തുകാരനാണ് അദ്ദേഹം. നല്ലൊരു ഗായകനാണ്, നല്ലൊരു വിവരമുള്ള ഒരു പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിവിധ ഭാഷകളറിയാം. അദ്ദേഹം തമിഴ് സംസാരിക്കും, മലയാളം സംസാരിക്കും, അറബി സംസാരിക്കും, ഉറുദു സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ അദ്ദേഹം നമ്മുടെ അടുത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഗോളിയോറൻസ്. അതിലൊരു തൊഴിലാളി കൂടിയായിരുന്നു. ഒരു തൊഴിലാളിയായി നിൽക്കെ ഇത്തരം എല്ലാവിധ കഴിവുകളും നേടിയെടുത്ത ഒരു മഹാവ്യക്തിത്വത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. 70ഓളം ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രം ഇപ്പോൾ വലിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ഉള്ളത്. ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിരുന്നില്ല ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് എത്ര വാള്യം? 15 വാള്യമുള്ള, അതെ, ഒരു വാള്യം, 15 വാള്യത്തിൽ ഒരു വാള്യം അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കുന്ന പറയുന്നത്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷേ നമ്മളാരും അറിയപ്പെടാതെ പോയ ഇദ്ദേഹത്തിൻ്റെ പേര് അലിഖ് വാഴക്കാട് എന്നാണ്. അലി സി എന്നാണ്. ഇവിടെ ഒരുപാട് അലികളുണ്ട്. അദ്ദേഹം തന്നെ അലിഖ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് അറിയാം. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളൊക്കെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെ ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വായനാവാരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതെങ്കിൽ അതൊക്കെ ചോദിച്ചറിയാനുള്ള അവസരമാണ്. അള്ളാഹു അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം ഇൻഷാ അള്ളാഹ്. ഈ പരിപാടിയിലേക്ക് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനും ഗായകനും പുസ്തകരചയിതാവുമൊക്കെ ആയ ബഹുമാനപ്പെട്ട അലിഖ് വാഴക്കാട് അവர்களെ ഞാൻ ഈ സദസ്സിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങൾ ഒരുപാട് ബുക്കുകൾ എഴുതിയെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം എത്ര ബുക്കുകൾ എഴുതിയാണ്? എഴുത്തിലേക്ക് വരാൻ കാരണം അതിന്റെ സംഭവങ്ങളുണ്ടോ? ഈ എഴുത്തിലേക്ക് വരാൻ സംഭവ കാരണങ്ങളൊന്നുമില്ല. അള്ളാഹു തആല ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കും. അത് ചിലവർ പ്രകടിപ്പിക്കും, ചിലവർ പ്രകടിപ്പിക്കാതിരിക്കും. അപ്പോൾ അതിനൊരു ചാൻസ് അള്ളാഹു തആല ആണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ കഴിവുകൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ എഴുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ എഴുതാനുള്ള ഒരു പ്രചോദനം അള്ളാഹു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഒരു ഗാനസമാഹാരം, സമുജ്വല ദീപം എന്ന് പറഞ്ഞാൽ സിറാജും മുനീർ എന്ന് പറഞ്ഞു. ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല വിശേഷിപ്പിച്ച സൽമാൻ സിറാജും മുനീർ. അപ്പോൾ അതിൻ്റെ മലയാളമാണ് നമ്മൾ കൊടുത്തത് സമുജ്വല ദീപം എന്ന്. അങ്ങനെ ഒരു 10 ഗാനങ്ങൾ അടങ്ങുന്ന ഒരു സമാഹാരം. അത് ഞാൻ ഈ കുട്ടിയാണെന്നൊന്നും അവർക്കറിയില്ല. ആമിനാമക്കുറിച്ചാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവരും അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചു. കുട്ടിയാണെന്നൊന്നും അവർക്കറിയില്ല. അന്ന് 10 ഉറുപ്യ കിട്ടി. അത് 10 ഉറുപ്യ വലിയ സംഖ്യ, പ്രതിഫലം കിട്ടി. അങ്ങനെയാണ് തുടങ്ങിയതാണ്. പിന്നെ സ്കൂളിൽ നിന്ന് പോരുമ്പോൾ കുഴഞ്ഞ 1-2 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് പോകുന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ 10-70 പുസ്തകങ്ങൾ എഴുതി. എന്തില്ല പുസ്തകത്തിൻ്റെ പേര് ഞാൻ അധികം എഴുതിയ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ വിവർത്തനങ്ങളുണ്ട്. പിന്നെ ഒരുവിധമൊക്കെ നാടകം എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. അങ്ങ് പല ഇതും കുറേയൊക്കെ പറ്റി നോക്കിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പേരൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാം. എനിക്ക് തന്നെ അറിയില്ല പേര് കുറേ. അപ്പോൾ നോക്കിയാലൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. നിങ്ങൾ കുറേ ഭാഷകൾ അറിയാൻ പറഞ്ഞു. ഏതെല്ലാം ഭാഷകൾ അറിയാം? എല്ലാ ഭാഷ അറിയാന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയുള്ളൂ. അതിൻ്റെ വലിയ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. അറബി അറിയാം, ഉറുദു അത്യാവശ്യം കേട്ടോ. പിന്നെ നമ്മളെ മാതൃഭാഷ മലയാളം അറിയാം. പിന്നെ തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, കർണാടക അറിയാം. ഈ ദ്രാവിഡ ഭാഷകൾ കേട്ടണോ? ദ്രാവിഡ ഭാഷകൾ കേട്ടണോ? കേട്ടില്ല. പിന്നെ സംസ്കൃതമൊക്കെ കുറേശ്ശൊക്കെ അറിയാം. ഒന്നും പറയാൻ ഒന്നും അറിയില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞാൽ ഈ തമിഴിൽ നിന്ന്, ഉറുദു നിന്ന്, ഇംഗ്ലീഷിൽ നിന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം അറിയാം. ഇനി എന്താറുണ്ട്? നിങ്ങൾ ഈ ഭാഷകളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? അതൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചാൽ. വേറെ ആരും എനിക്ക് ഗുരുനാഥൊന്നുമില്ല. ഏകലവ്യനെ കേട്ടണോ? കേട്ടില്ല. അതൊന്നും നിങ്ങൾ കേൾക്കാനായില്ല. 2ാം ക്ലാസ്സിലുണ്ടോ?
അപ്പം അങ്ങനെ ആരും ഇല്ലാതെ ഗുരുനാഥന്മാരില്ലാതെ പഠിക്കണ കുറേ ആളുകൾ ഡൈപ്പെട്ട ഞാൻ, അല്ലാതെ വേറെ ആരെയും ചൂണ്ടിക്കാണിക്കാനില്ല. നിങ്ങൾ എഴുതിയൊരു പാട്ട് ഞങ്ങൾക്ക് പാടി തരാമോ? ആ, ഈ പാട്ട് പാടാൻ തന്നെ അതാണ് ഇമ്മാതിരി ചോദ്യം കൊടുക്കുമ്പോൾ നമ്മൾ ഒക്കാത്ത. ഞാൻ പാട്ട് എഴുതലുണ്ട്, ട്യൂണ് കൊടുക്കലുണ്ട്, വേറെ അതിൻ്റെ സംവിധാനം പാടൽ കുറവാണ്. അവലെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നല്ലാതെ പാടലില്ല. എന്നും അറിയപ്പെടുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്, കേട്ടോ. വി എം കുട്ടി, എരഞ്ഞോളി മൂസ, പീർ മുഹമ്മദ്, എസ് എം വേദയില്ല. ഈ പറഞ്ഞ മഹാന്മാരൊക്കെ നമ്മളെ പാട്ട് പാടിയുണ്ട്. ഇടവാ ബഷീർ, അങ്ങനെയുള്ള എല്ലാവരും, വിളയിൽ ഫസീല, പിന്നെ സിബല്ല സദാനന്ദൻ, യശോദ പാലയാട്, രഹന, അങ്ങനെ പറഞ്ഞുള്ള ആണുകളും പെണ്ണുങ്ങളും ഒക്കെ നമ്മളെ പാട്ട് പാടി. ഞാൻ പാടില്ല എന്ന് അത്രേ ഉള്ളൂ. അതുകൊണ്ട് പാട്ട് പാടാൻ പറയരുത്. പാട്ട് പാടിയുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഇന്നിവിടെ പുഴയിൽ പോത്തുകളൊക്കെ ഉണ്ട്, പോത്തുകളും പോവും. അതുകൊണ്ട് ആ പാട്ട് പാടണ്ട. പണ്ടത്തേതാണോ അതോ ഇപ്പോഴത്തെയാണോ? ഏതാണ് നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ചത്? പണ്ടത്തോ? യാത്ര ഒക്കെ പണ്ടുള്ളതിന് യാത്ര അനുഭവങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോര് അന്നൊക്കെ യാന്ത്രിക യുഗം എന്നൊക്കെ പറയും. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുക അല്ലേ? അന്ന് അതൊന്നുമില്ല. അന്നൊക്കെ ഇപ്പം നടന്നു പോയ സ്ഥലങ്ങളുണ്ട്, ബസ് പോയതുണ്ട്, ട്രെയിനിൽ പോയതുണ്ട്. ഇന്നൊക്കെ ഇപ്പോൾ വിമാനത്തിൽ ഇപ്പോൾ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഏതായാലും പഴയ കാലത്തുള്ള യാത്ര എല്ലാവർക്കും അനുഭവം ഉണ്ടാവുക. പണ്ടത്തെ മറക്കാൻ പറ്റാത്ത യാത്ര പങ്കുവെക്കാമോ? എന്താ മറക്കാൻ കഴിയാത്ത അനുഭവം? പണ്ടത്തെ യാത്ര ചെയ്തതിൽ മറക്കാൻ പറ്റാത്ത അനുഭവം? വോളിബോള്, ഫുട്ബോള്, ബാഡ്മിൻ്റൺ ഉള്ള എല്ലാത്തിലും നമ്മളുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഇതിലും വേണ്ടിയിട്ട് കളിക്കാൻ പോകും. അങ്ങനെ ഞാൻ കൂടുതൽ സ്ഥലവും കണ്ടത് ഈ ഇന്ത്യയിലുള്ള. ഞാൻ അക്കാലത്ത് മലപ്പുറം ജില്ലയില്ല, അവിഭക്ത കോഴിക്കോട് ജില്ലയാണ്. ആ കോഴിക്കോട് ജില്ല ഫുട്ബോളിലും വോളിബോളും എല്ലാ ടീമിലും ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അവിടെയൊക്കെ പോലെ നടന്ന പോവുക. അപ്പം നമ്മൾ പോകാൻ മടിച്ചിട്ട് ഇവിടെ നമ്മൾ എന്നിട്ട് ഹെഡ് മാസ്റ്ററും ഇതായിട്ട് അവിടുന്ന് അവർ നടന്നു വന്നിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ വലിയ അനുഭവം നടന്നു പോയിട്ടുള്ളേ. ചിലപ്പം ഭക്ഷണം കിട്ടൂല, വെള്ളം കിട്ടൂല, ഒന്നും കിട്ടൂല. 10-15 മൈൽ നടന്നു പോയിട്ടാണ് കളിക്കൽ. അപ്പം പിന്നെ ഞങ്ങൾ ഈ ഗാനമേളകൾ ഉണ്ടായിരുന്നു, കഥാപ്രസംഗങ്ങൾ, ഗാനമേളകളൊക്കെ. ഞാനൊക്കെ അതിന് മുമ്പേ ഉണ്ടാവില്ല, ഞാനതൊന്നും നടത്തില്ല. അതിനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ യാത്ര ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ ഐറ്റംസിലും യാത്ര ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ യാത്രയിൽ പലയാതി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാട്ട് ഏതാണ്ട് ഇൻസ്ട്രുമെന്റ്സ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പോയി. ഇപ്പോൾ അവരൊക്കെ മറന്നുപോയി. പിന്നെ ഒക്കെ പഠിച്ചിരുന്ന ഒരു കാലത്ത് അന്ന് ഒരു വാശി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒന്നും ഉണ്ടോ അതൊക്കെ പഠിക്കണം എന്നുള്ളത്. അത് ഓരോ കാലത്തും ഓരോരുത്തർക്കും ഉണ്ടാവും. അങ്ങനെ ആ വാശി പഠിച്ചതാണ്. അത് കോൽക്കളി, മറ്റൊരു നർശമൊക്കെ പഠിച്ചു. ഞാൻ കളരി എല്ലാം ഉണ്ട്. ഹാർമോണിയം, തബല, ഷായ്ബാജ എന്ന് പറഞ്ഞ സാധനം, ഷായ്ബാജ. അത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടല്ല അത് ഒരു ഇതാക്കൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. പിന്നെ ഗിറ്റാറ്, വയലിൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒക്കെ ഞാൻ അടുപ്പിലെച്ചാ ഒരു ദിവസം ഒക്കെ. അത് ഇവിടെ പറയട്ടെ. പറയോളി. വയസ്സോ? അതാണ് നല്ല ചോദ്യമാണത്. വയസ്സ് കളവ് പറയാൻ പാടില്ല. എനിക്ക് 68ആയി. അല്ല 68 അല്ല 78. അത് കഴിഞ്ഞ് 10 കുറച്ചെന്ന് വിചാരിച്ചു. 78. ബഷീറിനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വഫാത്തായി പോയ ആളാണ് മുപ്പര്. ഷേഖിന്ന് കേട്ടില്ലേ മാസ്റ്റർ? കേട്ടില്ല. അപ്പം മുപ്പര നമ്മളെ കായികമായിട്ടുള്ള പാട്ടൊക്കെ പാടി മുപ്പര അധികവും. അപ്പോൾ മൂപ്പര് പാടിയ വളരെ ഹിറ്റായൊരു പാട്ടുണ്ട്, അത് കേട്ട് കാണണം. സർവ്വലോക നായക സുബ്ഹാനല്ലേ. അതിൻ്റെ 4 വരിയാണ്. പാട്ടല്ല, പാടിപ്പോൾ അറിയാണ്. പാട്ട് ഇങ്ങനെയല്ല ഉണ്ടാവുക, ഒക്കെ അവർ പാടണം. ഞാൻ ഇപ്പം കിട്ടുന്ന കാര്യമൊക്കെ പാടാം കേട്ടോ. അതുകൊണ്ട് ആരും പോയരുത്, ഇത് കഴിഞ്ഞിട്ടേ പോകാവോ കേട്ടോ. പാട്ട് കേട്ടുന്നതിന് ഇടയിൽ പോയരുത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേട്ടോ. അപ്പം അത് അള്ളാഹുവിൻ്റെ ഇത് സിഫത്തുകളൊക്കെ പറഞ്ഞുള്ള പാട്ടാണ്. അപ്പോൾ
അത് പറയാണ്, ഞാൻ പാടുകയല്ല കേട്ടോ, അങ്ങനെയല്ല പാട്ടുണ്ടാവുക. സർവലോകനായക സുബ്ഹാനേ, സർവം പടച്ചവൻ റഹ്മാനേ, കനിയേണമെന്നിൽ കാരുണ്യവാനേ, കേണിടുമെൻ ദുആ കേൾക്ക് പുരാനേ. സർവലോകനായക സുബ്ഹാനേ, സർവം പടച്ചവൻ റഹ്മാനേ, കനിയേണമെന്നിൽ കാരുണ്യവാനേ, കേണിടുമെൻ ദുആ കേൾക്ക് പുരാനേ.